ജൂൺ 29 വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാർ. വിശുദ്ധ പത്രോസ് അന്ത്രയോസ് സ്ലീഹായുടെ അനുജനും യോനായുടെ പുത്രനുമായ ശെമയോൻ ഗലീലിയിൽ ബെത്സയിദായിൽ ജനിച്ചു. വിവാഹത്തിന് ശേഷം ശെമയോൻ കഫർനാമിലേക്ക് മാറി താമസിച്ചു. അന്ത്രയോസും ഒപ്പം സ്ഥലം മാറി. മീൻപിടുത്തത്തിൽ അവർ മുഴുകിയിരുന്നുവെങ്കിലും രക്ഷകന്റെ ആഗമനത്തെ അവർ തീഷ്ണതയോടെ കാത്തിരിക്കുകയായിരുന്നു. സ്നാപകൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ രണ്ട് സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിത്തീർന്നു. സ്നാപക യോഹന്നാൻ അവർക്ക് ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടിനെ കാണിച്ചു കൊടുത്തു. അന്ത്രയോസ് ശെമയോനെ ഈശോയുടെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈശോ അരുൾ ചെയ്തു, നീ യോനായുടെ പുത്രനായ ശെമയോനാണല്ലോ, ഇനിമേൽ നീ കേപ്പ, അതായത് പത്രോസ് എന്ന് വിളിക്കപ്പെടും. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. കേസറിയ ഫിലിപ്പിയിൽ വെച്ച് മനുഷ്യപുത്രൻ ആരാണെന്ന ചോദ്യത്തിന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ഈ പേരുമാറ്റത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു വ്യക്തമാക്കി. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പുനരുത്ഥാനത്തിന് ശേഷം തിബേരിയൂസ് സമുദ്രതീരത്ത് വെച്ച് യേശു ഈ അധികാരമെല്ലാം പത്രോസിന് ഏൽപ്പിച്ചു കൊടുത്തു. മറ്റ് സ്ലീഹന്മാരെക്കാൾ കൂടുതലായി തന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് വിനയപൂർവ്വം അങ്ങേക്കറിയാമല്ലോ എന്ന് മറുപടി നൽകുന്നു. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കില്ലെന്നുള്ള ഭാഷയൊക്കെ പോയി. അപ്പസ്തോലന്മാരുടെ പേര് നൽകുമ്പോൾ പത്രോസിൻ്റെ പേര് പ്രഥമ സ്ഥാനത്താണ് എപ്പോഴും. താബോറിലേക്കും ഗത്സമനിലേക്കും യേശു 3 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പത്രോസിനെ തിരഞ്ഞെടുത്തതും ദൈവാലയ നികുതി തനിക്കും പത്രോസിനും വേണ്ടി കൊടുത്തതും പ്രത്യേക പരിഗണനയാണ്. പന്തക്കുസ്ത കഴിഞ്ഞപ്പോൾ പത്രോസ് പ്രത്യേകം വിരാജിക്കുന്നു. യൂദാസിന് പകരം മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നു. വിജാതീയനായ കൊർണേലിയൂസിൻ്റെ കുടുംബത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. 7 കൊല്ലത്തോളം അന്ത്യോക്യയിൽ ചെലവഴിച്ച ശേഷം 25 വർഷം റോമയിൽ പേപ്പൽ സിംഹാസനം പത്രോസ് അലങ്കരിച്ചു. 67 ജൂൺ 29-ാം തീയതി നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം പത്രോസിനെ വത്തിക്കാൻ കുന്നിൽ കുരിശിൽ തറച്ചു കൊന്നു. തൻ്റെ ഗുരുവിനോടൊപ്പമാകാതിരിക്കാൻ തന്നെ തലകീഴായി കുരിശിൽ തറയ്ക്കുവാൻ പത്രോസ് ആവശ്യപ്പെട്ടു. അന്ന് തന്നെയായിരുന്നുവത്രേ പൗലോസ് സ്ലീഹായുടെയും രക്തസാക്ഷിത്വം. വിശുദ്ധ പൗലോസ് ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽ ഏഷ്യ മൈനറിൽ താർസൂസ് എന്ന നഗരത്തിൽ ജനിച്ചു. അന്ന് ആ നഗരം റോമാക്കാരുടെ കൈവശമായിരുന്നതിനാൽ പൗലോസ് റോമൻ പൗരത്വം അവകാശപ്പെട്ടിരുന്നു. ജെറുസലേമിൽ പ്രസിദ്ധനായ ഗമാലിയേലിൻ്റെ അടുക്കൽ പൗലോസ് നിയമവും സാഹിത്യവും അഭ്യസിച്ചു. പ്രഥമ രക്തസാക്ഷിയായ സ്റ്റീഫൻ്റെ നേർക്ക് കല്ലെറിഞ്ഞവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്നത് സാവൂളാണ്. അതായിരുന്നു ക്രിസ്ത്യാനിയാകുന്നതുവരെ പൗലോസിൻ്റെ പേര്. സാവൂളിൻ്റെ മാനസാന്തര ചരിത്രം അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ഗലാത്യർക്കുള്ള ലേഖനത്തിലും ചേർത്തിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ഭീഷണി മുഴക്കിയിരുന്ന സാവൂൾ മഹാപുരോഹിതനെ സമീപിച്ചു. ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നതിന് ഡമാസ്കസിലെ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടു. സാവൂൾ ഡമാസ്കസിന് സമീപമെത്തിയപ്പോൾ ആകാശത്ത് നിന്ന് ഒരു പ്രകാശം വീശുകയും അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് നിലത്ത് വീഴുകയും ചെയ്തു. ഈശോ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നീ പീഡിപ്പിക്കുന്ന നസറത്തുകാരനായ ഈശോയാണ് ഞാൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മർദ്ദകനായ സാവൂൾ പൗലോസായി മാറി. അനനിയാസിൻ്റെ പക്കൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പൗലോസ് കുറേ ദിവസം ഡമാസ്കസിൽ താമസിച്ചു. പിന്നീട് 1-2 വർഷം അറേബ്യയിൽ ധ്യാനത്തിൽ കഴിച്ചുകൂട്ടി. അനന്തരം പൗലോസ് ഡമാസ്കസിലേക്ക് മടങ്ങുകയും അവിടെ ക്രിസ്തുവിൻ്റെ ദൈവത്വം പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം യഹൂദരുടെ വിദ്വേഷപാത്രമായി. തന്നിമിത്തം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ജെറുസലേമിൽ വന്ന് പത്രോസിനെ കണ്ട് ബഹുമാനാദരങ്ങൾ പ്രകടിപ്പിച്ചു. 15 ദിവസം പൗലോസ് ജെറുസലേമിൽ താമസിച്ചു. വീണ്ടും അദ്ദേഹം താർസൂസിലേക്ക് മടങ്ങി സുവിശേഷ പ്രസംഗം തുടങ്ങി.
ക്രിസ്തുവർഷം 45 മുതൽ 57 വരെയാണ് പൗലോസ്ലീഹായുടെ 3 പ്രേക്ഷിത യാത്രകൾ. 57 കേസറിയായിൽ വെച്ച് അദ്ദേഹം ബന്ധനസ്ഥനായി. 2 കൊല്ലം അവിടെ കാരാഗ്രഹത്തിൽ കിടന്ന ശേഷം റോമായിലെത്തി. അവിടെ വെച്ച് വീണ്ടും സ്ലീഹ ബന്ധിതനായി. 67-ാം ആണ്ട് ജൂൺ 19-ാം തീയതി റോമായിൽ വിയ ഓസ്തിയായിൽ വെച്ച് സ്ലീഹായുടെ തല വെട്ടിയെന്നും 3 പ്രാവശ്യം ആ ശിരസ് കുതിച്ചു ചാടിയെന്നും ശിരസ് പതിച്ച ഓരോ സ്ഥലത്തും ഓരോ ഉറവിയുണ്ടായെന്നും പറയപ്പെടുന്നു. പൗലോസ്ലീഹ 14 ലേഖനങ്ങൾ പല സഭകൾക്കും ആളുകൾക്കുമായി എഴുതിയിട്ടുണ്ട്. അവയിൽ സ്ലീഹായുടെ ആധ്യാത്മികതയും പാണ്ഡിത്യവും തെളിഞ്ഞു കാണാം. വചനം വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ. വിചിന്തനം: നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് വിരമിക്കരുത്. നിങ്ങളുടെ പ്രവൃത്തി പൂർണ്ണമായോ അവ നിർത്തിക്കൊള്ളൂ. നമുക്ക് വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹമാരുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാം. പത്രോസ് ഇന്നും തൻ്റെ പിൻഗാമികൾ വഴി സംസാരിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നു. പേപ്പൽ സ്ഥാനത്തോടുള്ള പഥ്യാദരമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധി. കറയും കളങ്കവും കൂടാതെ സമാധാനത്തോടെ കർത്താവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹിക്കുവനെന്ന് പത്രോസ്ലീഹ തൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 14-ാം വാക്യത്തിലൂടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. പൗലോസിൻ്റെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയം പോലെ ആയിരുന്നുവെന്ന് വിശുദ്ധ ക്രിസ്തോസ്തോം പറയുന്നു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, മിശിഹ എന്നിൽ ജീവിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിലൂടെ പൗലോസ്ലീഹ തന്നെയാണല്ലോ നമ്മളോടിത് പറഞ്ഞിട്ടുള്ളത്. നമുക്കും നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ ഹൃദയത്തോട് അനുരൂപമാക്കുവാൻ പരിശ്രമിക്കാം.